Scanning electron microscope. Previous year questions. Scanning electron microscope or SEM. ഇവിടെ സാമ്പിൾ സ്കാൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ബീമാണ്. ഹൈ എനർജി ഉള്ള ഇലക്ട്രോൺ ബീം വെച്ചിട്ടാണ് സാമ്പിൾ സ്കാൻ ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് ഇലക്ട്രോൺസും സാമ്പിളിലുള്ള ആറ്റവും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യും. ദെൻ നമ്പർ ഓഫ് സിഗ്നൽസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. സിഗ്നൽസ് മീൻസ് ഇറ്റ് ക്യാൻ ബി either secondary electron or backscattered electron, X-rays, light, etc. സോ ഈ ഒരു സിഗ്നലിൽ നിന്നാണ് സാമ്പിളിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. ഇൻഫോർമേഷൻ സച്ച് ആസ് സാമ്പിൾ, സർഫസ് ടോപ്പോഗ്രഫി, കോമ്പോസിഷൻ, എക്സെട്ര. ദെൻ വർക്കിംഗ് ഓഫ് സെം. ഇതാണ് ഒരു ടിപ്പിക്കൽ സെമ്മിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ സാമ്പിൾ എപ്പോഴും പ്ലേസ് ചെയ്യുന്നത് വാക്വത്തിലായിരിക്കും. ബിക്കോസ് ഇലക്ട്രോൺ ബീം ട്രാവൽ ചെയ്ത് വരുമ്പോൾ സ്കാറ്ററിങ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് വാക്വത്തിൽ പ്ലേസ് ചെയ്യുന്നത്. ദെൻ ഒരു ഇലക്ട്രോൺ ഗൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ ഗണ്ണാണ് ഇലക്ട്രോൺസിന്, ഹൈ എനർജിയുള്ള ഇലക്ട്രോൺസിന് എമിറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നത് ടങ്സ്റ്റൺ വയറിനെ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തിട്ടാണ്. സോ വൺസ് ഇലക്ട്രോൺ ബീംസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ ബീംസിന് ഡൗൺവേർഡ് പാസ് ചെയ്യും ത്രൂ എ നമ്പർ ഓഫ് ലെൻസ്. ദെൻ അതിനെ ഒരു സാമ്പിളിലേക്ക് ഫോക്കസ് ചെയ്യിക്കും. സോ ഫസ്റ്റ് വൺ കണ്ടൻസർ ലെൻസ്. കണ്ടൻസർ ലെൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഗണ്ണിന് തൊട്ട് താഴെയായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. മെയിനായിട്ട് കണ്ടൻസർ ലെൻസ് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ബീമിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാനാണ്. ദാറ്റ് മീൻസ് ആ വരുന്ന ഇലക്ട്രോൺ ബീമിനെ ഒന്ന് ഫോക്കസ് ചെയ്യിക്കാനാണ് കണ്ടൻസർ ലെൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് സ്കാനിങ് കോയിൽ. സ്കാനിങ് കോയിൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ബീമിനെ സാമ്പിളിലൂടെ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയാണ് സ്കാനിങ് കോയിൽസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. ആ ഇലക്ട്രോൺ ബീമിനെ ഒരു ഫൈൻ ബീമാക്കി സാമ്പിളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. സോ വൺസ് ഇലക്ട്രോൺ ബീം സാമ്പിളിൽ വന്ന് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻട്രാക്ഷൻ നടക്കും. ആസ് എ റിസൾട്ട് സെക്കൻഡറി ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യും. ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ്, എക്സ്റേസ്, ലൈറ്റ്, എക്സെട്ര വിൽ ബി ജനറേറ്റഡ്. ദെൻ ഒരു ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട് ഈ ഇലക്ട്രോൺസിനെ കൗണ്ട് ചെയ്യും. സോ ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം ദി സാമ്പിൾ ആയിരിക്കും. ദെൻ സ്പെസിമെൻ ഇൻട്രാക്ഷൻ. ഇലക്ട്രോൺ ബീമും സ്പെസിമെനിലുള്ള ആറ്റവും തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് നമ്പർ ഓഫ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ സിഗ്നൽ ജനറേഷനാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. സോ സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനനുസരിച്ച് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസും വേരി ചെയ്യും. ടോപ്പ് സർഫസിൽ നിന്ന് കൂടുതലും ജനറേറ്റ് ചെയ്യുന്നത് ഓഗർ ഇലക്ട്രോൺസ് ആണ്. അതിന് തൊട്ട് താഴെയായിട്ട് സെക്കൻഡറി ഇലക്ട്രോൺസ്. ദാറ്റ് മീൻസ് ഓരോ ഡിസ്റ്റൻസിലും ഡിഫറെൻറ്റ് ഇലക്ട്രോൺസ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെസിമെൻ തിക്കാണ് എങ്കിൽ ടോപ്പ് സൈഡ് റിയാക്ഷൻസ് ആണ് ഒബ്സർവ് ചെയ്യുന്നത്. വൺസ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെസിമെൻ തിന്നാണ് എങ്കിൽ ബോട്ടം സൈഡ് റിയാക്ഷൻസ് ആയിരിക്കും കൺസിഡർ ചെയ്യുക. ബോട്ടം സൈഡ് റിയാക്ഷൻ മീൻസ് ഇൻഇലാസ്റ്റിക്കലി സ്കാറ്റേർഡ് ഇലക്ട്രോൺ, അൺസ്കാറ്റേർഡ് ഇലക്ട്രോൺ, ഇലാസ്റ്റിക്കലി സ്കാറ്റേർഡ് ഇലക്ട്രോൺസ്. സോ ഈ ഒരു 3 ഇലക്ട്രോൺസിനെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും അവിടെ അനാലിസിസ് നടക്കുക. നമ്മൾ യൂസ് ചെയ്യുന്നത് തിൻ സ്പെസിമെൻ ആണ് എങ്കിൽ. സോ ഫസ്റ്റ് വൺ ഡിറ്റക്ഷൻ ഓഫ് സെക്കൻഡറി ഇലക്ട്രോൺസ്. സെക്കൻഡറി ഇലക്ട്രോൺസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ടോപ്പോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് വിത്ത് ഗുഡ് റെസൊല്യൂഷൻ. മെയിൻ ആയിട്ട് സെമ്മിൽ യൂസ് ചെയ്യുന്ന ഒരു മോഡാണ്, അല്ലെങ്കിൽ സെമ്മ് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സിഗ്നലാണ് സെക്കൻഡറി ഇലക്ട്രോൺ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇലക്ട്രോൺ ബീം സാമ്പിളിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യും. ആസ് എ റിസൾട്ട് ഇലക്ട്രോൺ അതിൻ്റെ എനർജി സാമ്പിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. മീൻസ് സാമ്പിളിലുള്ള ലോവർ എനർജി ഇലക്ട്രോണിലേക്ക് സാമ്പിൾ ചെയ്യും. വൺസ് ഇലക്ട്രോൺ, ഇൻസിഡൻറ്റ് ഇലക്ട്രോൺ അതിൻ്റെ എനർജി ഒരു ഇലക്ട്രോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഇൻസിഡൻറ്റ് ഇലക്ട്രോണിൻ്റെ എനർജി ലോസ് ആവുകയാണ്. എലോങ് വിത്ത് ദാറ്റ് ട്രാൻസ്ഫർ ചെയ്ത ആറ്റം അയണൈസ്ഡ് ആവുകയാണ്. സോ ആ അയണൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ സാമ്പിൾ സർഫസിൽ നിന്ന് ലീവ് ചെയ്യും. അതിനെയാണ് സെക്കൻഡറി ഇലക്ട്രോൺ എന്ന് പറയുക. സോ ഈ സെക്കൻഡറി ഇലക്ട്രോണിൻ്റെ എനർജി എപ്പോഴും കുറവായിരിക്കും, നിയർലി 5 ഇലക്ട്രോൺ വോൾട്ടാണ്. ലോ എനർജി ആയതുകൊണ്ട് തന്നെ കൂടുതലും
സർഫസിൽ നിന്നാണ് സെക്കൻഡറി ഇലക്ട്രോൺസ് ജനറേറ്റ് ആവുക. സോ ഒരു സിംഗിൾ ഇലക്ട്രോണിന് നമ്പർ ഓഫ് സെക്കൻഡറി ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡറി ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡറി ഇലക്ട്രോൺസിനെ നമ്മൾ ഒരു ഡിറ്റക്ടറിലേക്ക് കൊടുക്കും. സോ ഡിറ്റക്ടറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കളക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. കളക്ടർ എന്ന് പറയുന്നത് ഗ്രിഡ് ഓർ മെഷ് ഷേപ്പിലായിരിക്കും. സോ ഈ കളക്ടറിന് സെക്കൻഡറി ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഹൈ പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് കൊടുക്കുന്നത്. സോ വൺസ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ കളക്ടറിന് കൊടുത്താൽ ഇലക്ട്രോൺസ് എല്ലാം അവിടേക്ക് അട്രാക്റ്റഡ് ആകും. സോ ഈ അട്രാക്റ്റ് ചെയ്ത ഇലക്ട്രോൺസിനെയാണ് ഫ്ലൂറസൻ സബ്സ്റ്റൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. സോ വൺസ് ഇലക്ട്രോൺസ് ഫ്ലൂറസൻ സബ്സ്റ്റൻസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്താൽ അവിടെ ലൈറ്റ് ജനറേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് സെക്കൻഡറി ഇലക്ട്രോൺസിനെയാണ്. ദെൻ ആ ജനറേറ്റ് ചെയ്ത ലൈറ്റിന് ഒരു ഫോട്ടോൺ മൾട്ടിപ്ലയർ ട്യൂബിലേക്ക് ഫോക്കസ് ചെയ്യും. അവിടെ ആ ലൈറ്റിന് ഇലക്ട്രോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഒരു ഡിറ്റക്ടർ വെച്ചിട്ട് ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ കൗണ്ട് ചെയ്യും. യൂസിങ് ദാറ്റ് ഇൻഫോർമേഷൻ ഫൈനൽ ഇമേജിന് പ്രൊഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ഈസ് ഡിറ്റക്ഷൻ ഓഫ് ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ്. സോ ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് വെച്ചിട്ട് നമുക്ക് കളക്ട് ചെയ്യാവുന്ന ഇൻഫോർമേഷൻ കോമ്പോസിഷണൽ ഇൻഫോർമേഷൻ ആൻഡ് ടോപ്പോഗ്രാഫിക് ഇൻഫോർമേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിളുടെ കോമ്പോസിഷനും അതിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിൻ്റെ അറ്റോമിക് പെർസെൻറ്റേജും കാര്യങ്ങളും എല്ലാം അനലൈസ് ചെയ്യാൻ വേണ്ടി ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് യൂസ് ചെയ്യും. സോ ഇവിടെ ഇലക്ട്രോൺ ബീം വന്ന് ആറ്റത്തിൽ സ്ട്രൈക്ക് ചെയ്യും. ദെൻ ആ ഇലക്ട്രോൺ ബീം തന്നെ 180 ഡിഗ്രി ആംഗിളിൽ ബാക്ക് സ്കാറ്റേർഡ് ചെയ്യും. ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് അറ്റോമിക് നമ്പറിനെയാണ്. ഹൈ അറ്റോമിക് നമ്പറുള്ള ഒരു എലമെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്പർ ഓഫ് ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസും ഇൻക്രീസ് ചെയ്യും. സോ നമ്പർ ഓഫ് ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്താൽ ബ്രൈറ്റ്നെസ് ഇൻക്രീസ് ചെയ്യും. സോ ആ ഒരു മെറ്റീരിയലിൽ ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പറുള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് ഡിഫറൻസ് അവിടെ ഉണ്ടാകും. ഓരോ പോർഷനും തമ്മിൽ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടാകും. ദസ് നമുക്ക് ആ ഒരു ഏത് അറ്റോമിക് നമ്പറാണ് അവിടെ യൂസ് ചെയ്യുന്നത് എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ഡിറ്റക്ഷൻ ഓഫ് എക്സ്റേസ്. സോ വൺസ് ഇലക്ട്രോൺ ബീം വന്ന് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നർ ഷെല്ലിലുള്ള ഇലക്ട്രോൺ ആണ് റിമൂവ് ആവുന്നത്. വൺസ് ഇന്നർ ഷെല്ലിലുള്ള ഇലക്ട്രോൺ റിമൂവ് ആയിക്കഴിഞ്ഞാൽ ഹയർ എനർജി ഇലക്ട്രോൺസ് ആ ഒരു വേക്കൻസിയിലേക്ക് ജമ്പ് ചെയ്യും. അലോങ് വിത്ത് ദാറ്റ് ഇറ്റ് റിലീസസ് സം എനർജി. ആ എനർജീനെയാണ് എക്സ്റേസ് എന്ന് പറയുന്നത്. സോ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിന് കറസ്പോണ്ടിങ് എനർജി വാല്യൂ ഉണ്ടാകും. സോ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനനുസരിച്ച് ആ ഒരു എനർജി വാല്യൂ വേരി ചെയ്യും. നമുക്ക് ആ ഒരു സിഗ്നൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എനർജി വാല്യൂവിൻ്റെ ബേസിസിൽ സോർട്ട് ചെയ്യാൻ പറ്റും. ഫ്രം ദാറ്റ് അത് ഏത് എലമെൻ്റ് ആണ് എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. മെയിനായിട്ട് എക്സ്റേസ് യൂസ് ചെയ്യുന്നത് കെമിക്കൽ കോമ്പോസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. നെക്സ്റ്റ് ഈസ് കാഥോഡോ ലുമിനസെൻസ്. കാഥോഡോ ലുമിനസെൻസ് മീൻസ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇലക്ട്രോൺ ബീം വന്ന് സാമ്പിളിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യും. ഇവിടെ ഹയർ എനർജി ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജമ്പ് ചെയ്യുമ്പോൾ ലൈറ്റാണ് എമിറ്റ് ചെയ്യുന്നത്. സോ CL ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലൈറ്റിനെ കളക്ട് ചെയ്യുന്നത്. ഐദർ CL ഡിറ്റക്ടർ വരുന്ന എല്ലാ ലൈറ്റിനെയും കളക്ട് ചെയ്യും, ഓരോ ലൈറ്റിനും ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉണ്ടാകും. സോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിനെ മാത്രം അനലൈസ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ഇമേജ് പ്ലോട്ട് ചെയ്യും. നെക്സ്റ്റ് ഈസ് ഓഗർ ഇലക്ട്രോൺസ്. ഓഗർ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എക്സ്റേസ് പോലെ തന്നെയാണ്. ഇവിടെ ഇലക്ട്രോൺ ബീം വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇന്നർ ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺസ് റിമൂവ് ആകും. സോ ആ ഒരു വേക്കൻസിയിലേക്ക് ഹയർ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യും. അലോങ് വിത്ത് ദാറ്റ് എനർജി റിലീസ് ചെയ്യും. ബട്ട് ആ റിലീസ് ചെയ്യുന്ന എനർജി വെച്ചിട്ട് ഔട്ടർ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യും. അതിനെയാണ് ഓഗർ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. സോ ഇവിടെയും എക്സ്റേസ് പോലെ തന്നെയാണ് എനർജി വെച്ചിട്ടാണ് സോർട്ട് ഔട്ട് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിനും ഒരു പെർട്ടിക്കുലർ എനർജി വാല്യൂ ഉണ്ടാകും. അതിനെ ബേസ് ചെയ്തിട്ട് സോർട്ട് ചെയ്തിട്ടാണ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഏത് കോമ്പൗണ്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓഗർ ഇലക്ട്രോൺസ് എപ്പോഴും സർഫസിൽ നിന്നാണ് എമിറ്റ് ചെയ്യുന്നത് അറ്റ് എ ഡെപ്ത് ഓഫ് ലെസ് ദാൻ 3 നാനോമീറ്റർ. ബിക്കോസ് ഓഗർ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ലോ എനർജി ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ആണ്.
നെക്സ്റ്റ് ഇസ് ഡിറ്റക്ഷൻ ഓഫ് ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺസ്. നമ്മൾ ആദ്യത്തെ ഫിഗറിൽ തന്നെ പറഞ്ഞു, നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെസിമെൻ തിൻ സ്പെസിമെൻ ആണ് എങ്കിൽ ബോട്ടം സൈഡിലുള്ള റിയാക്ഷൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ അൺസ്കാറ്റേർഡ് ഇലക്ട്രോൺസ്. അൺസ്കാറ്റേർഡ് ഇലക്ട്രോൺസ് മീൻസ് സ്പെസിമെനിലൂടെ ഇലക്ട്രോൺ ബീം ട്രാൻസ്മിറ്റ് ചെയ്യും, ബട്ട് അത് സ്പെസിമെനായിട്ട് ഇൻട്രാക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. സോ ഇവിടെ ട്രാൻസ്മിഷൻ റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പെസിമെൻ തിക്നെസ് ആണ്. തിക്കായിട്ടുള്ള ഒരു സ്പെസിമെൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ ആ ഒരു സ്പെസിമെനിൽ കൂടി പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കുറവായിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടുന്ന ഇമേജ് ഡാർക്ക് ആയിരിക്കും. വെറാസ് തിൻ സ്പെസിമെൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുതലായിരിക്കും. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇമേജ് എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജ് അല്ലെങ്കിൽ ഒരു ലൈറ്റർ ഇമേജ് ആയിരിക്കും. നെക്സ്റ്റ് ഇസ് ഇലാസ്റ്റിക്കലി സ്കാറ്റേർഡ് ഇലക്ട്രോൺസ്. ഇലാസ്റ്റിക്കലി സ്കാറ്റേർഡ് മീൻസ് ഇലക്ട്രോൺ ബീം സ്പെസിമെനായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യും. ആ ഇൻട്രാക്റ്റ് ചെയ്തിട്ടുള്ള മീൻസ് ഇലക്ട്രോൺ ബീം സ്പെസിമെനിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെ സ്കാറ്ററിങ് നടക്കും. ആ സ്കാറ്റേർഡ് ഇലക്ട്രോൺസിനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ എനർജി ലോസ് ഒന്നും ഇല്ല. ആ ഒരു സ്കാറ്ററിങ് ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻട്രാക്ഷൻ ടൈമിൽ എനർജി ലോസ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് അതിനെ ഇലാസ്റ്റിക്കലി സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് ഇൻഇലാസ്റ്റിക്കലി സ്കാറ്റേർഡ് ഇലക്ട്രോൺസ്. സോ ഇവിടെ സ്കാറ്റേർഡ് ഇലക്ട്രോൺസിനെ ട്രാൻസ്മിറ്റ് ചെയ്യും, ബട്ട് എനർജി ലോസ് ഉണ്ടാകും. ആ ഒരു ഇൻട്രാക്ഷൻ ടൈമിൽ എനർജി ലോസ് ഉണ്ടാകും. അതുകൊണ്ടാണ് അതിന് ഇൻഇലാസ്റ്റിക്കലി സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് സെമ്മിൻ്റെ സ്പെസിമെൻ ഇൻട്രാക്ഷൻ. നെക്സ്റ്റ് ഇസ് അഡ്വാൻറ്റേജസ്. സെം ഗിവ്സ് ഡീറ്റെയിൽഡ് 3D and topographical images, provide versatile information, fast. Most SEM samples require minimal preparation. It gives very high resolution images. Some of the disadvantages: samples must have surface electrical conductivity. Non-conductive samples must be coated with a conductive layer. It is expensive and large. Special training is required to operate on SEM. Sample preparation can result in artifacts limited to solid samples.